ഹായ്, എൻ്റെ പേര് സജിൻ എന്നാണ്. ഞാൻ ഈസി ട്രേഡ്സ് എന്ന കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. ഞാൻ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ വരുന്നതും ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നതൊക്കെ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ശങ്ക ഉണ്ടാവും. അത് ആദ്യത്തെ കുറച്ചുള്ള കഴിയുമ്പോൾ ശരിയാവും കേട്ടോ. അപ്പോൾ നമ്മളെ മേറ്റർ എന്താണെന്ന് പറയാം. അതായത് നമ്മൾ ഈ ചാനലിന് ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ട്രേഡിങ്ങിൽ നടക്കുന്ന ചതിക്കുഴികൾ എന്താണെന്ന് പറയുക എന്നത്. രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോ ട്രേഡേഴ്സ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത്. രണ്ട് കാര്യങ്ങളാണ്. ഒരു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബേസ് ടു അഡ്വാൻസ്ഡ് ക്ലാസ് ഒന്നും അങ്ങനെയൊന്നുമല്ല. അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് പ്രോ ട്രേഡേഴ്സ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞു തരിക എന്നുള്ളതാണ്. അല്ലാതെ ബേസിക്സ് തൊട്ട് പറഞ്ഞുള്ള ടൈമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ എടുക്കുന്ന ലൈവ് ട്രേഡ്സ്, അത് എങ്ങനെ എടുക്കുന്നു, എവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നു, എവിടെ എക്സിറ്റ് ചെയ്യുന്നു, എന്തൊക്കെ കാരണങ്ങൾ വെച്ചാണ് എൻട്രി എടുത്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിനകത്ത് ഉണ്ടാവും. മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന മറ്റൊരു കാര്യം കൂടിയാണ് ചീറ്റിംഗ്, ട്രേഡിങ്ങിനെ പറ്റിയുള്ള ചീറ്റിംഗ്. അപ്പോൾ അത് നമുക്ക് ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ അതിനെപ്പറ്റി ഒന്ന് പറയാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് പേര് ചീറ്റിംഗ് പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ട് ഹാൻഡിലിംഗ് എന്നുള്ള പരിപാടി, അല്ലെങ്കിൽ കോപ്പി റൈറ്റർ എന്നുള്ള പരിപാടി എന്നിവയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അക്കൗണ്ട് വിട്ടുകൊടുക്കുക ചെയ്യും. അപ്പോൾ ആദ്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മളെ വിളിച്ച് കൺവിൻസ് ചെയ്യും. ഒരുപാട് വീഡിയോസും സ്ക്രീൻഷോട്ടും കാര്യങ്ങളെല്ലാം തന്ന് കൺവിൻസ് ചെയ്യും. കൺവിൻസ് ചെയ്തിട്ട് എന്താ ചെയ്യുക, നമ്മളെന്തൊരു ഹ്യൂജ് സർവീസ് ചാർജ് വരെ മേടിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ കൺവിൻസ് ചെയ്ത് സർവീസ് ചാർജ് ആദ്യമേ മേടിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആദ്യം നമുക്ക് പ്രോഫിറ്റ് എടുത്ത് തന്നിട്ട് സർവീസ് ചാർജ് കൊടുത്താൽ മതി എന്ന് പറയും. ഇതൊരു വലിയൊരു ഹ്യൂജ് സർവീസ് ചാർജ് ആയിരിക്കും. അപ്പം മെജോറിറ്റി ആൾക്കാരും പറയാം, നിങ്ങൾ ആദ്യം പ്രോഫിറ്റ് എടുത്ത് താഴെ, എന്നിട്ട് നമുക്ക് സർവീസ് ചാർജ് തരാമെന്ന് പറയും. സോ അവർ ഫസ്റ്റ് ഡേ നല്ലൊരു ഹ്യൂജ് പ്രോഫിറ്റ് എടുത്ത് തരും. എടുക്കുന്നതിന് സർവീസ് ചാർജ് രണ്ടാമത്തെ ദിവസം വരെ കളക്ട് ചെയ്യും. കളക്ട് ചെയ്യുന്ന വെച്ചാൽ ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും, ചിലപ്പോൾ 1 ലക്ഷം 2 ലക്ഷം ഒക്കെ ആയിരിക്കാം. പിറ്റേ ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒറ്റയടിക്കും നിങ്ങളെ ഫുൾ ക്യാഷ് വൈപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, അതെന്താ അവർക്ക് പ്രോഫിറ്റ് എടുത്ത് തരാൻ വീണ്ടും പ്രോഫിറ്റ് തന്നാൽ പോലും എന്തിനാണ് ക്യാഷ് ഫുൾ വൈപ്പ് ഔട്ട് ചെയ്തത്? ബിക്കോസ് അവരുടെ ബിസിനസ് അതാണ്. അതായത് നിങ്ങളെ കിട്ടുന്ന സർവീസ് ചാർജ് മാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ. ആ സർവീസ് ചാർജ് ഒരാളിൽ നിന്ന് മാത്രമല്ല, അപ്പോൾ എത്രയോ ആൾക്കാരിൽ നിന്ന് ഇതുപോലെ പറ്റിക്കുന്നുണ്ടായിരിക്കും. ഈ കമ്പനിയൊക്കെ നമ്മൾ ഇന്ത്യ ടു ഇന്ത്യ ബാക്കൗട്ട് വിളിക്കുമ്പോൾ പറഞ്ഞാൽ എന്താണ്, ബാംഗ്ലൂരിലാണ്, ചെന്നൈയിലാണ്, ഡൽഹിയിലാണ്, ബോംബെയിലാണെന്നൊക്കെ പറയും. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇന്ത്യ ടു ഇന്ത്യ നോക്കുമ്പോഴത്തേക്കും ഒന്നും കാണത്തില്ല. മലയാളികളെയും വിളിക്കുന്നില്ല. ഏറ്റവും കൂടുതൽ മലയാളികളാണ് ചീറ്റിങ് ചെയ്യുന്നതിനകത്ത്. ശരിക്കും മലയാളിയുടെ മുകളിൽ നോർത്ത് ഇന്ത്യൻസും മറ്റ് സ്റ്റേറ്റുകാരാണ് ഉള്ളത്. അവരുടെ കൂട്ടത്തിൽ നിന്നിട്ട് അവർക്ക് ഹ്യൂജ് കമ്മീഷനാണ് കിട്ടുന്നത് ഓരോരുത്തരുടെ നോക്കി കഴിയുമ്പോഴത്തേക്ക്. അപ്പം ബാക്കി സ്കാമിങ്ങിന് ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ചെയ്യുന്നത് അവർ. നമ്മൾ അക്കൗണ്ട് ട്രാൻസ്ഫർ അക്കൗണ്ട് ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞാൽ അത് അവരായിട്ടൊരു ബന്ധം കാണത്തില്ല, ഫേക്കായിരിക്കും. മൊബൈലിൻ്റെ പ്രൂഫ് എടുത്തു കഴിഞ്ഞാൽ അത് അവരായിട്ടൊരു ബന്ധവും കാണത്തില്ല, ഫേക്കായിരിക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഫേക്കായിരിക്കും. നമുക്ക് ആക്കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത അക്കൗണ്ട് വേണമെങ്കിൽ സൈബർ സെല്ല് വഴി നമുക്ക് ഫ്രീസ് ചെയ്യാം. ഫ്രീസ് ചെയ്തിട്ട് കോർട്ടിൽ MP ഫയൽ ചെയ്ത് നമുക്ക് റിട്ടേൺ എടുക്കാൻ പറ്റും. അത് മാത്രമാണ് നമുക്കൊരു ഓപ്ഷൻ അതിനകത്തുള്ളൂ. പക്ഷേ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഇട്ട ഫണ്ട് പിന്നെ ഒരിക്കലും തിരിച്ച് കിട്ടില്ല. അത് ഫുൾ വൈപ്പ് ഔട്ട് ചെയ്തായിരിക്കും. ചിലപ്പോൾ 3 ലക്ഷങ്ങളായിരിക്കും കിട്ടും, ചിലപ്പോൾ 5 ലക്ഷം 10 ലക്ഷം ഇട്ടായിരിക്കും കൊടുത്തത്. അത് ഒറ്റയടിക്ക് പോയി കിട്ടും. അത് കൺഫർമേഷനാണ്. അതാണ് ഒരു ടൈപ്പ് ചീറ്റിങ്. പിന്നെ ഈ പറഞ്ഞതൊക്കെ കോപ്പി ട്രേഡിംഗ് ആയിരുന്നാലും ഇങ്ങനെ അക്കൗണ്ട് ഹാൻഡ്ലിങ്ങിനായിരുന്നാലും എല്ലാം ഇത് തന്നെയാണ് അവസ്ഥ. ശരിക്കും ഇതാണ്. പക്ഷേ ഇതെല്ലാം ഇല്ലീഗലാണ്. ശരിക്കും പറഞ്ഞാൽ കോപ്പി ട്രേഡ്സും ഇല്ലീഗലാണ്, അക്കൗണ്ട് ഹാൻഡ്ലിങ്ങും ഇല്ലീഗലാണ്. രണ്ടും ചെയ്തുകൂടാ. ഒരു സെബി രജിസ്റ്റേർഡ് കമ്പനി രണ്ടും ചെയ്തുകൂടാ. അത് ആദ്യം മനസ്സിലാക്കാം. ഞങ്ങളെ കമ്പനി ഇതൊന്നും ചെയ്യുന്നില്ല. നമുക്ക് കോപ്പി ട്രേഡ്സ് നമ്മൾ മുമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഡിസംബർ 30 നോട്ടിഫിക്കേഷൻ അതോടുകൂടി സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ ശേഷം ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. ഞങ്ങൾ മാനുവൽ ട്രേഡ്സ് മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കൊന്നും നമ്മളൊന്നും ചെയ്യുന്നില്ല. രണ്ടാമത്തെ കേസ് എഡ്യൂക്കേഷൻ, അതായത് ട്രേഡിംഗ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കുറച്ച് കമ്പനികൾ. ആക്ച്വലി ഇവർ ഈ 50,000 1 ലക്ഷമൊക്കെ വലിയൊരു എമൗണ്ട്, അല്ലെങ്കിൽ 10,000 20,000 30,000 40,000 50,000 ഒക്കെ ഭയങ്കര ഒരു എമൗണ്ട് മേടിച്ചിട്ടാണ് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ തരുന്നത്. അത് ഒറ്റേ ടൈമിൽ 500 വരെ 600 വരെ ഒരുമിച്ച് കണ്ടക്ട് ചെയ്തിട്ടാണ് അവർക്ക് നിങ്ങൾക്ക് ഈ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്. അത് ആക്ച്വലി ഒരു 3 മാസം 4 മാസം എടുത്തിട്ടാണ് അവർ ക്ലാസ് തീർക്കുന്നത്. ദാറ്റ് മീൻസ് നിങ്ങളെ ബേച്ച് മാത്രമല്ല, അവർ അറ്റേ ടൈം ഇതുപോലെ 1000 1500 ആൾക്കാരെ ഇതുപോലെ അതിലേക്ക് കൊണ്ടുവന്നിട്ട് ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കൊടുത്തിട്ട് ഈ 3 മാസം വരെയൊക്കെ വലിച്ചു നീട്ടിക്കൊണ്ടുപോയി ഈ പറഞ്ഞ വലിയൊരു ഹ്യൂജ് എമൗണ്ട് അത് കളക്ട് ചെയ്യുന്നുണ്ട്. ബിക്കോസ് അപ്പം നിങ്ങൾക്ക് നോർമലി ഒന്ന് ചിന്തിച്ച് നോക്കാം, ഒരു ട്രേഡിങ് അറിയാമെന്നുള്ള ഒരാൾ എന്തുകൊണ്ട് ട്രേഡ് ചെയ്ത് പൈസ എടുത്തുകൂടാ? കാര്യം ഇതിനെക്കാട്ടി വലിയ എമൗണ്ട് ട്രേഡ് ചെയ്തെടുക്കാൻ കഴിയും. പക്ഷേ ഈ മെൻറ്റർമാർ ആരെങ്കിലും നിങ്ങൾ പഠിപ്പിക്കുന്നെങ്കിൽ മെൻറ്റർമാർ ലൈവായിട്ട് ട്രേഡ് എടുത്ത് എക്സിക്യൂട്ട് ചെയ്ത് പ്രോഫിറ്റ് ആവുമെന്ന് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ലൈവായിട്ട് ചെയ്ത് കാണിച്ച് തരുന്നുണ്ടോ? അവർ ചെയ്യില്ല. അഥവാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്താലും ഒരു ലോട്ട് എടുത്ത് ചുമ്മാ വെറുതായിട്ടൊന്ന് കാണിക്കുന്നുണ്ടായിരിക്കും. അല്ലാതെ അവർക്കിതിനുള്ള കഴിവോ കാര്യങ്ങളൊന്നുമില്ല. പഠിപ്പിക്കാൻ പറ്റും. ഒരു സക്സസ് ആയ
ഒരു ട്രേഡറിന് മാത്രമേ മറ്റുള്ള ആളെ പഠിപ്പിക്കുമ്പോൾ അവരെ സക്സസ് ആക്കാൻ പറ്റുള്ളൂ. അതാദ്യം മനസ്സിലാക്കുക. പിന്നെ ഇവർ പറയുന്ന SMC ITC കൺസെപ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആക്ച്വലി ഇതൊക്കെ ഒരു 15 മിനിറ്റ് പോലും വേണ്ട പഠിക്കാൻ വേണ്ടിയിട്ട്. ട്രേഡിംഗ് നോളജുള്ള ഒരാളിന് ഒരു 15 മിനിറ്റ് മതി ഇതെല്ലാം പഠിക്കാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ. പിന്നെ ബാക്കി ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ നമുക്ക് ട്രേഡിങ്ങിനോട് എല്ലാ ബേസും ആക്ച്വലി നമുക്ക് യൂട്യൂബിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. നിങ്ങളത് ഫ്രീ ആയിട്ട് നോക്കി പഠിക്കുന്നതിന് ഏറ്റവും നല്ലത് എപ്പോഴും. പിന്നെ നിങ്ങൾക്കൊരു മെൻറ്റർഷിപ്പിന് വേണ്ടിയിട്ട് നല്ലൊരു മെൻറ്റർ, സക്സസ് ആയ ഒരു മെൻറ്റർ എപ്പോഴും തിരഞ്ഞെടുക്കാൻ നോക്കാം. അവരുടെ ട്രേഡ്സ് ലൈവ് ആയിട്ട് ചെയ്യുന്ന മെൻറ്റർമാരെ എപ്പോഴും തിരഞ്ഞെടുക്കാൻ നോക്കാം. അത് ലൈവായിട്ട് പ്രൂവ് ചെയ്തിരിക്കണം അവർ. അത് ലൈവായിട്ട് അവർക്ക് ട്രേഡ് എടുക്കാൻ പറ്റുള്ള പ്രൂവ് ചെയ്തിരിക്കണം. ഏറ്റവും കൂടുതൽ ട്രേഡിങ്ങിന് വേണ്ടതെന്ന് വെച്ചാൽ സ്ട്രാറ്റജിയും ഇതൊന്നുമല്ല വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ട്രേഡിങ് സൈക്കോളജിയും ഡിസിപ്ലിൻ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. 80% അതാണ് വേണ്ടത്. അത് നിങ്ങളായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ബാക്കിയെല്ലാം സെയിമാണ്. ഈ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വല്ല കഴിവൊന്നും വേണ്ട. ഈ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ കാര്യങ്ങൾക്ക് വേണ്ടി ചെറിയ ചെറിയ കാര്യങ്ങൾ പറയും. അത് നിങ്ങൾ കുറച്ച് 2-3 മാസം മാർക്കറ്റിരിക്കുന്ന ഓട്ടോമാറ്റിക്കലൊന്ന് പഠിക്കും. അത് നിങ്ങൾ ഓട്ടോമാറ്റിക് നിങ്ങൾ കറക്റ്റ് അത് പഠിച്ചിരിക്കും. അതെന്താണ്, എവിടെ എടുക്കേണ്ടത്, എവിടെ എക്സിറ്റ് ചെയ്യുന്നത് കറക്റ്റുകളാവും. പക്ഷേ എൻ്റെ സൈക്കോളജി നിങ്ങൾക്ക് ശരിയാവാത്തത് കൊണ്ടാണ് നിങ്ങൾ സക്സസ് ആവാത്തത്. ആ ഡിസിപ്ലിൻ ഫോളോ ചെയ്യുന്നില്ല, ആ പേഷ്യൻസ് നിങ്ങൾക്കില്ല. അപ്പോൾ അതൊക്കെ ആദ്യം ബിൽഡ് ചെയ്യാൻ നോക്കാം. അത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ 80% കരിയർ സക്സസ് ആയി കഴിഞ്ഞു. പിന്നെ നിങ്ങളുടെ സ്ട്രാറ്റജി നല്ലൊരു സ്ട്രാറ്റജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 100% വർത്തായി. അപ്പോൾ സ്റ്റോപ്പ് ലോസ് വരില്ല. സ്റ്റോപ്പ് ലോസ് വരും. അത് ആർക്കാലും എനിക്കാലും സ്റ്റോപ്പ് ലോസ് വരുന്നുണ്ടെന്നേ, ഞാനും സ്റ്റോപ്പ് ലോസ് എടുക്കുന്നുണ്ടെന്നേ. പക്ഷേ നമ്മൾ ആ റിസ്ക് മാനേജ്മെൻറ്റ് റേഷ്യോ എപ്പോഴും കീപ്പ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോബ്ലം ഇല്ല. സ്റ്റോപ്പ് ലോസ് നമുക്ക് നോർമലാണ്, കിട്ടിയല്ലേ പറ്റുള്ളൂ. മാർക്കറ്റിൽ സ്റ്റോപ്പ് ലോസ് എടുത്തില്ലെങ്കിൽ എങ്ങനെ നമ്മൾ ട്രേഡർ എന്ന് പറയുന്നത് ഇതിന് പ്രോഫിറ്റ് എടുത്താൽ ശരിയാവും. എന്നെ സംബന്ധിച്ചോളം ഞാൻ വെച്ചാൽ എല്ലാ ദിവസവും ട്രേഡ് ചെയ്യാറില്ല. എനിക്ക് ഓപ്പർച്യൂണിറ്റി വന്നാൽ മാത്രമേ ട്രേഡ് ചെയ്യുള്ളൂ. എനിക്ക് ഓപ്പർച്യൂണിറ്റി വന്ന ദിവസം മാത്രം ട്രേഡ് ചെയ്യും ഞാൻ. പക്ഷേ ഞാൻ മോർണിംഗ് ട്രേഡറാണ്. രാവിലെ 9:15 തന്നെ എൻട്രി എടുക്കും. എൻ്റെ ക്ലയൻസിനും കൂടെ എടുപ്പിക്കും ഞാൻ. അത് കഴിഞ്ഞ് നമ്മൾ സിറ്റുവേഷൻ ക്ലോസ് ചെയ്യാറാണ് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ടാണ് എൻട്രി എടുക്കുന്നത്. ഈ വീഡിയോസ് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടി ലൈവായിട്ട് ഞാൻ റെക്കോർഡ് ചെയ്ത് ഞാൻ എൻ്റെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഇത് വെബ് സീരീസ് ആയിട്ടായിരിക്കും വീഡിയോ ഞാൻ അങ്ങോട്ട് പോകുന്നത്. ഒന്നാമത്തെ കേസ് ഈ ചീറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. രണ്ടാമത്തെ കേസ് ഓരോ നിങ്ങൾക്ക് പ്രോ ട്രേഡേഴ്സ് എന്തൊക്കെയാണ് ചെയ്യുന്നത്, അവരുടെ സൈക്കോളജി, അവരുടെ മൈൻഡ് സെറ്റ്, അവരുടെ സ്ട്രാറ്റജി, അവരുടെ എൻട്രി എക്സിറ്റ് പ്ലാനിങ്, അത് ഓരോ സീരിയസ് ആയിട്ട് ഓരോ വീഡിയോസായിട്ട് ഞാൻ എല്ലാ ദിവസങ്ങളിലും, പല ദിവസങ്ങളിലല്ല പറ്റുന്ന ദിവസങ്ങളിൽ ഞാൻ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യും. അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഞാൻ ഇൻസ്റ്റയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിരിക്കും. ഇതിനൊക്കെ അപ്ലോഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്തിട്ട് അത് വാച്ച് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ അതും കൂടി പറയാം. വീഡിയോ ആദ്യമായിട്ട് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടൊക്കെ മറന്നിട്ടുണ്ട്. ആക്ച്വലി ഒരു ചെറിയൊരു കൺഫ്യൂഷനൊക്കെ ഉള്ളതുകൊണ്ടാണ്. അത് വരുന്ന ദിവസം ഞാൻ ക്ലിയർ ചെയ്യാം. എനിവേ, സി യു.